ആരംഭവും അവസാനവും. കുരുക്ഷേത്രത്തിൽ നടന്ന മഹായുദ്ധത്തിന്റെ അവസാന ദിവസം. സൂര്യൻ അസ്തമിച്ച് വളരെയധികം നേരമായി. സമന്തപഞ്ചകത്തിന് സമീപം കൗരവരാജാവ് ഭീമൻ തുടതല്ലി ഒടിച്ച ദുര്യോധനൻ കിടക്കുന്നു. മരിക്കാറായ അദ്ദേഹത്തിന് സമീപത്തേക്ക് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് പാഞ്ഞെത്തി. തന്റെ രാജാവിനെ ഇത്ര അന്യായമായ വിധത്തിൽ ദ്രോഹിച്ചത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കോപാഗ്നി ആളിക്കത്തി. തന്റെ രാജാവിനെ ഈ വിധം കൊല്ലാറാക്കിയതിന് പാണ്ഡവന്മാരോട് പകവീട്ടുമെന്ന് അശ്വത്ഥാമാവ് ശപഥം ചെയ്തു. കൗരവ സൈന്യം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. മരിക്കാൻ കിടക്കുന്ന രാജാവ് ഒഴിച്ചാൽ 3 പേർ മാത്രമേ ബാക്കിയുള്ളൂ. അവർ കൃപനും കൃതവർമാവും അശ്വത്ഥാമാവുമാണ്. അന്നു രാത്രി എല്ലാവരും ഉറക്കമായപ്പോൾ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ കൂടാരത്തിലേക്ക് ധൃതിപ്പെട്ടുപോയി. അവിടെ പാണ്ഡവന്മാരുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ മക്കൾ 5 പേർ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു. ദൃഷ്ടദ്യുമ്നനും സഹോദരന്മാരും ആ കൂടാരത്തിലുണ്ടായിരുന്നു. കോപാവിഷ്ടനായ ആ ബ്രാഹ്മണൻ ദ്രൗപദിയുടെ മക്കളെ 5 പേരെയും എല്ലാ സഹോദരന്മാരെയും കൊന്നു. അതിനുശേഷം ആ കൂടാരം അഗ്നിക്കിരയാക്കി അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിറ്റേന്ന് കാലത്ത് പാണ്ഡവന്മാർ ഈ വാർത്ത കേട്ടു. ഈ ഘോരകൃത്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ ദ്രൗപദി ഞെട്ടിത്തെറിച്ചു. ഒറ്റ രാത്രി കൊണ്ട് അവളുടെ സഹോദരന്മാരും മക്കളും അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ മൃതദേഹങ്ങൾ കണ്ടപ്പോൾ അവരുടെ മരണത്തിൽ ദുഃഖിച്ച് വേദനയോടുകൂടി പല കഠിന വാക്കുകളും ദ്രൗപദി ഉച്ചരിച്ചു. അശ്രുപൂർണമായ അവളുടെ മുഖം കണ്ട് അർജുനൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അർജുനൻ ഇങ്ങനെ പറഞ്ഞു: പാണ്ഡവരാജ്ഞിയായ എന്റെ പ്രിയതമേ, നീ അധികകാലം കരയേണ്ടി വരില്ല. കുട്ടികളെ കൊന്നതിന് ഞാൻ പ്രതികാരം ചെയ്യുന്നുണ്ട്. ആ പാപിയുടെ തല അറുത്തെടുത്ത് ഞാൻ നിന്റെ കാൽക്കൽ വെക്കുന്നുണ്ട്. എന്നിൽ നിന്നോ എന്റെ ഗാന്ധീവത്തിൽ നിന്നോ രക്ഷപ്പെടാൻ അവൻ ശക്തനല്ല. അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊല്ലുക തന്നെ ചെയ്യും. അർജുനൻ ധൃതിയിൽ രഥത്തിൽ കയറിയപ്പോൾ കൃഷ്ണൻ ഒരിക്കൽ കൂടി സാരഥ്യമേറ്റെടുത്തു. അർജുനനിൽ നിന്ന് രക്ഷപ്പെടാൻ അശ്വത്ഥാമാവ് വളരെ വേഗത്തിൽ ഓടുന്നത് അവർ കണ്ടു. അർജുനന്റെ രോഷാകുലമായ നോട്ടം കണ്ട് ദ്രോണപുത്രൻ കൂടുതൽ വേഗത്തിൽ ഓടി. എന്നാൽ അശ്വത്ഥാമാവിന് ഒന്നും ചെയ്യാനായില്ല. വേഗത്തിൽ സ്ഥലം വിടാൻ അദ്ദേഹത്തിന്റെ കുതിരകൾക്കും കഴിഞ്ഞില്ല. ആ നിരാശയിൽ തന്റെ ജീവരക്ഷാർത്ഥം ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രം പ്രയോഗിക്കാൻ അദ്ദേഹം ആലോചിച്ചു. ജലസ്പർശം ചെയ്ത് ആചമിച്ച് പാണ്ഡവവംശം നശിക്കട്ടെ എന്ന് അഭിമന്ത്രിച്ച് അർജുനന്റെ നേർക്ക് ആ ദിവ്യാസ്ത്രം അദ്ദേഹം തൊടുത്തുവിട്ടു. ആ അസ്ത്രതാപത്തിൽ ഭൂമിയും ആകാശവും കത്തിജ്വലിച്ചു. അർജുനൻ ഭയപ്പെട്ട് കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു: കൃഷ്ണ, ഹേ കൃഷ്ണ, എന്താണ് സംഭവിക്കുന്നത്? എന്റെ ദേഹം എരിയും പോലെ തോന്നുന്നുവല്ലോ. ഒരു ഭയാനകമായ അഗ്നി എന്റെ നേരെ വരുന്നതായി തോന്നുന്നു. എന്താണതെന്ന് എനിക്കറിയില്ല. അതിന്റെ രോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും ഞാൻ കാണുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും. കൃഷ്ണൻ പറഞ്ഞു: അർജുന, നിന്റെ ഗുരു ദ്രോണപുത്രൻ അശ്വത്ഥാമാവ് ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രം നിന്റെ നേർക്ക് തൊടുത്തുവിട്ടിരിക്കുകയാണ്. നീ ഭയപ്പെടേണ്ട. അതിന്റെ ഭീകരതയെപ്പറ്റി ദ്രോണർ നിങ്ങൾ 2 പേരെയും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അയുക്തമായ ഈ പ്രവൃത്തിയുടെ ഭവിഷ്യത്തുക്കൾ മുഴുവൻ അശ്വത്ഥാമാവ് ചിന്തിച്ചിട്ടില്ല എന്ന് സ്പഷ്ടമാണ്. വേഗം ആലോചിച്ചുറയ്ക്കൂ അർജുന. അതേ അസ്ത്രം തന്നെ അഭിമന്ത്രിച്ചയക്കൂ. ആ വരുന്ന അഗ്നിയുടെ രൂക്ഷത നശിപ്പിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. അർജുനൻ ആ അസ്ത്രത്തിന്റെ ദേവതയെ സ്മരിച്ച് പ്രത്യസ്ത്രം വിട്ടു. ആ 2 അസ്ത്രങ്ങളിൽ നിന്നും പുറപ്പെട്ട അഗ്നികൾ കൂട്ടിമുട്ടുമെന്നായപ്പോൾ ലോകാവസാനം അടുത്തുവെന്ന് എല്ലാവർക്കും തോന്നി. ദേവർഷിമാർ സ്വർഗത്തിൽ നിന്നിറങ്ങി അവിടെ വന്ന് ഇപ്രകാരം പറഞ്ഞു: 2 പേരും അസ്ത്രം മടക്കുക, അല്ലെങ്കിൽ ലോകം മുഴുവൻ നശിക്കും. 2 അസ്ത്രങ്ങളും കൂട്ടിമുട്ടരുത്. വേഗം ഈ ആപത്ത് ഒഴിവാക്കുക. അർജുനൻ വേഗത്തിൽ അവർ പറഞ്ഞത് ആദരിച്ച് അസ്ത്രം മടക്കി. അശ്വത്ഥമാവിന് അത് കഴിഞ്ഞില്ല. അദ്ദേഹം തന്റെ അച്ഛനോട് ഉപദേശം വാങ്ങിയപ്പോൾ ആ അസ്ത്രത്തിന്റെ മാരകശക്തിയെപ്പറ്റി മനസ്സിലാക്കിയിരുന്നു. താൻ ചെയ്ത അത്യുത്കട പാപങ്ങളുടെ ഫലമായി അദ്ദേഹത്തിന്റെ മനഃശുദ്ധിയും ബ്രഹ്മതേജസ്സും നഷ്ടപ്പെട്ടു പോയിരുന്നതിനാൽ താൻ അയച്ച അസ്ത്രം പിൻവലിക്കാൻ അദ്ദേഹം അശക്തനായി ഭവിച്ചു. അതിനാൽ അത് തന്നെ ദഹിപ്പിക്കുന്നതിന് പകരം പാണ്ഡവന്മാർക്ക് ജനിക്കാനിരിക്കുന്ന ശിശുക്കളെ ഉന്നമാക്കാനും അങ്ങനെ ഭൂമിയിൽ പാണ്ഡവരെ ഇല്ലാതാക്കാനും അദ്ദേഹം തീർച്ചയാക്കി. അസ്ത്രം പിൻവലിച്ച ഉടൻ അർജുനൻ അശ്വത്ഥാമാവിന്റെ സമീപത്തേക്ക് ഓടി.
അദ്ദേഹത്തെ യജ്ഞത്തിനുള്ള പശുവിനെ എന്ന പോലെ കയറുകൊണ്ട് ബന്ധിച്ച് വലിച്ചു. കൃഷ്ണന്റെ നയനങ്ങൾ അഗ്നികുണ്ഡങ്ങൾ പോലെ ജ്വലിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ഉറങ്ങിക്കിടന്ന കുട്ടികളെ വെട്ടിക്കൊന്ന അത്യുത്കടമായ പാപം ചെയ്തവനാണ് ഈ മനുഷ്യൻ. ഇവന്റെ നേർക്ക് ഒരു ദയയും കാട്ടേണ്ടതില്ല. മനസ്സിന് യാതൊരു സങ്കോചവും കൂടാതെ ഇവനെ കൊല്ലണം. യുദ്ധമുറയെപ്പറ്റി ഒന്നും തന്നെ അങ്ങയെ ഓർമ്മിപ്പിക്കേണ്ടതായില്ലല്ലോ. മദ്യപാനം ചെയ്തവനെയോ തന്റെ രക്ഷയെപ്പറ്റി ചിന്തിക്കാത്തവനെയോ ഇതികർത്തവ്യ മൂഢനായവനെയോ യുദ്ധം ചെയ്യാത്തവനെയോ ഉറങ്ങുന്നവനെയോ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുന്നവനെയോ പരാജിതനെയോ ഭീതനെയോ ശത്രുവാണെങ്കിൽ പോലും യുദ്ധമുറകൾ അറിയുന്ന ഒരാൾ കൊല്ലുകയില്ല. പക്ഷേ ആയിരക്കണക്കിന് ആളുകളെ നിഷ്ഠൂരമായി കൊന്ന് സ്വയം രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു പാപിക്ക് മരണശിക്ഷ തന്നെ കൊടുക്കണം. നോക്കൂ അർജുന, അങ്ങ് ചെയ്ത ശപഥം ഇത്ര വേഗം മറന്നുവോ? അർജുനന് അതിന് മനസ്സ് വന്നില്ല. ഇത്രയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടും അശ്വത്ഥാമാവ് തന്റെ പഴയ കളിത്തോടനായിരുന്ന കഥയും മറ്റും അർജുനൻ ഓർത്തുപോയി. തന്റെ ഒരു സഹോദരനെ പോലെ കഴിഞ്ഞിരുന്ന ഗുരുപുത്രനെ കൊല്ലാൻ അർജുനന് മനസ്സ് വന്നില്ല. ദ്രൗപദിയുടെയും മറ്റു പാണ്ഡവരുടെയും സമീപത്തേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ട് അർജുനൻ ഇങ്ങനെ പറഞ്ഞു, ദ്രൗപദി, നോക്കൂ, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പാപിയെ നോക്കൂ. അദ്ദേഹത്തെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയൂ, ഞാനത് ചെയ്യാം. തന്റെ പുത്രനാശത്താൽ ഒരിക്കലും മായാത്ത ദുഃഖത്തിലാണ് ദ്രൗപദി. അശ്വത്ഥാമാവാണ് കൊന്നത് എന്ന വസ്തുതയും അറിയാം. എങ്കിലും അവളുടെ കോപം ശമിച്ചിരുന്നു. അനുകമ്പയാൽ മതിമറന്ന് അവൾ ഇങ്ങനെ പറഞ്ഞു, അർജുന, ഈ ബന്ധനത്തിൽ നിന്ന് അദ്ദേഹത്തെ അഴിച്ചുവിടൂ. അങ്ങയുടെ ഗുരുവിന്റെ പുത്രനെ ഇങ്ങനെ കാണുന്നത് എനിക്ക് സഹിക്കവയ്യ. അങ്ങയെ ശസ്ത്രാഭ്യാസം ചെയ്യിച്ചത് ദ്രോണരാണ്. അദ്ദേഹത്തിന്റെ പുത്രൻ അങ്ങയ്ക്ക് സഹോദരനാണ്. ആ പതിവ്രതയായ ദ്രോണപത്നി കൃപി പുത്രൻ ജീവിച്ചിരുന്നത് കൊണ്ട് ഭർത്താവോടൊപ്പം ചിതയിൽ ചാടിയില്ല. അങ്ങ് ഇപ്പോൾ ഇദ്ദേഹത്തെ കൊല്ലുന്നതായാൽ തന്റെ ഏകപുത്രൻ നഷ്ടപ്പെട്ടതിന് അവൾ ദുഃഖിക്കും. എന്നെപ്പോലെ ആ സാധ്വി പുത്രദുഃഖം അനുഭവിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അദ്ദേഹം പോകട്ടെ. അശ്വത്ഥാമാവിനെ സ്വതന്ത്രനാക്കിയാലും. യുധിഷ്ഠിരനും നകുല സഹദേവന്മാർക്കും ദ്രൗപദിയുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടു. അശ്വത്ഥാമാവിനെ കണ്ടപ്പോഴുണ്ടായ കോപം ഭീമന് മാത്രം അടങ്ങിയില്ല. കൊല്ലണമെന്നാണ് ഭീമന്റെ അഭിപ്രായം. കൃഷ്ണൻ മന്ദസ്മിതം തൂകി ഇങ്ങനെ പറഞ്ഞു, അർജുന, ഇപ്പോൾ അങ്ങാണ് ധർമ്മസങ്കടത്തിലായത്. ഒന്നുകിൽ അശ്വത്ഥാമാവിനെ കൊന്ന് ദ്രൗപദിയെയും മറ്റുള്ളവരെയും സങ്കടപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ പാപിയെ സ്വതന്ത്രനാക്കി സഹോദരനായ ഭീമന്റെ കോപത്തിനിരയാവുക. ഈ സന്ദർഭത്തിൽ യുക്തം എന്തെന്ന് ചിന്തിച്ച് വേണ്ടതുപോലെ ചെയ്യുക. അർജുനൻ എല്ലാവരെയും ഒന്ന് നോക്കി. കൃഷ്ണൻ രണ്ടു കൈയും കെട്ടി സാഗൂതം നോക്കി നിന്നു. യുധിഷ്ഠിരനും മറ്റുള്ളവരും ശോകമൂകരും അസ്വസ്ഥരുമായി കാണപ്പെട്ടു. ആ തടവുകാരന്റെ നേരെ ഭീമൻ കോപാന്ധനായി നോക്കിക്കൊണ്ടിരുന്നു. അല്പസമയം അങ്ങനെ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ തന്നോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അർജുനന് മനസ്സിലായതായി തോന്നി. തന്റെ വാളെടുത്ത് അശ്വത്ഥാമാവിന്റെ ചൂടാരത്നം ചൂഴ്ന്നെടുത്തു. ജന്മസിദ്ധവും ഉജ്ജ്വലവുമായ മൗലിരത്നം മുറിച്ചുമാറ്റപ്പെട്ട അശ്വത്ഥാമാവ് ബ്രഹ്മ തേജസ് നഷ്ടപ്പെട്ട് വിറവുണ്ട് അവരുടെ മുമ്പിൽ നിലകൊണ്ടു. അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന കയറഴിച്ച് അർജുനൻ ഇങ്ങനെ പറഞ്ഞു, ഇനി അങ്ങേക്ക് പോകാം. ബ്രാഹ്മണനെ മുണ്ഡനം ചെയ്യുക, അദ്ദേഹത്തിനുള്ള ധനം അപഹരിക്കുക, തന്റെ സന്നിധാനത്തിൽ നിന്നും പോകാൻ കൽപ്പിക്കുക. ഇതിലേതെങ്കിലും ഒന്നായാൽ തന്നെ ഒരു ബ്രാഹ്മണനെ കൊല്ലുന്നതിന് സമമാണ്. അർജുനൻ അതെല്ലാം തന്നെ ചെയ്തു. അശ്വത്ഥാമാവിന് അർജുനനിൽ നിന്ന് വന്നുകൂടിയ ഈ അപമാനം മരണത്തെക്കാൾ അധികമാവുകയും ചെയ്തു. ആ പാണ്ഡവ സങ്കേതത്തിൽ നിന്നും അധോമുഖനായി അടിവെച്ചടിവെച്ച് നടന്ന് അദ്ദേഹം ദൂരദേശം പ്രാപിക്കുകയും ചെയ്തു.